ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നതിനെ കുറിച്ചാണ് കാണിച്ചു തന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഈ വീഡിയോയിൽ ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റിൽ കൂടെ എത്രത്തോളം ആഡ് ചെയ്താണ് നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ബോഡി മെഷർമെൻറ്റാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിനെ 4 ഫോൾഡ് ചെയ്ത് നമുക്ക് മേശയിൽ വിരിച്ചിടാം. അതായത് നാലായിട്ട് മടക്കിയിട്ടാണ് നമ്മളിവിടെ വിരിച്ചിടുന്നത്. ഫോൾഡിങ് നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് വിരിക്കേണ്ടത്. ഇനി എൻ്റെ ലെങ്ത്ത് വരുന്നത് 47ആണ്. 47 കൂടി 2.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് അത്യാവശ്യം ചെസ്റ്റ് അളവുള്ള കാരണം ഞാൻ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 49.5 നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഷോൾഡറാണ്. ഷോൾഡറിൻ്റെ അളവ് വരുന്നത് എനിക്ക് 14ആണ്. അതിൽ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. 14.5 അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. 7.25. ആ 7.25 തന്നെയാണ് നമ്മൾ താഴോട്ട് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് എൻ്റെ ചെസ്റ്റ് അളവാണ്. എൻ്റെ ചെസ്റ്റ് അളവ് 40ആണ്. 40 കൂടെ 4 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഏതൊരു ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻ്റ് ആണെങ്കിലും അതിൽ കൂടെ 4 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ 44 വരും. അതിൻ്റെ 4 ഭാഗം 11 ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി ഷോൾഡറിൻ്റെ അവിടുന്ന് ഷേപ്പിൻ്റെ അവിടേക്ക് എനിക്ക് വരുന്നത് 14ആണ്. 14 മാർക്കിങ് കൊടുത്തിട്ട് അവിടെ റൗണ്ട് വരുന്നത് 36ആണ്. 6 കൂടെ 4 ആഡ് ചെയ്ത് 40ആണ്. അതിൽ 1/4 ഭാഗം 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഷോൾഡറിൻ്റെ അവിടുന്ന് സ്ലിറ്റ് വരുന്ന ഭാഗത്തേക്ക് 22ആണ് എനിക്ക് വരുന്നത്. അവിടെ റൗണ്ട് വരുന്നത് 41ആണ്. അപ്പോൾ അതിൽ കൂടി 4 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ 45 വരും. അപ്പോൾ 11.25 ഇവിടെ മാർക്ക് ചെയ്യുക. ഇനിയൊക്കെ 1.5 ഇഞ്ച് വെച്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ളത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ലൈൻ വരച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇനി കൈക്കുഴിയുടെ ഭാഗത്ത് ഇവിടെ ഈ കോർണർ വരുന്ന ഭാഗത്ത് മേലോട്ടൊരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് എനിക്ക് 23ആണ്. അപ്പോൾ ഇത് വീതിയില്ലാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്ലീവ് കിട്ടണമെങ്കിൽ ഇതിനെ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. ആ ജോയിൻ ചെയ്യാനുള്ള പീസ് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ വെക്കുന്നുണ്ട്. 23ആണ് എൻ്റെ സ്ലീവ് ലെങ്ത്ത്. അതിൽ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 24.5 നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ താഴത്തെ ലൂസ് വരുന്നത് 11ആണ്. അതിന് 5.5 മാർക്ക് ചെയ്യാം. സെൻറ്ററിൽ വരുന്നത് 13ആണ്. അപ്പോൾ 6.5 മാർക്ക് ചെയ്യുക. മുകൾ ഭാഗത്ത് മസിൽ വരുന്ന ഭാഗത്ത് 15ആണ്. അവിടെ 7.5 മാർക്ക് ചെയ്യുക. ഇനി മുകളിൽ നിന്ന് നമുക്ക് താഴോട്ടൊരു 3 ഇഞ്ച് മാർക്കിങ് കൊടുത്തിട്ട് ഇതൊന്നിങ്ങനെ ഷേപ്പാക്കി വരച്ചെടുക്കുക. 1.5 ഇഞ്ച് വെച്ച് എല്ലായിടത്തും സീം അലവൻസും കൊടുക്കുക. അപ്പോൾ സ്ലീവ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് അതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെന്നുള്ള നല്ല ലൂസ് വേണമെന്നുള്ളവർക്ക് ഒരു 1.4 ഇഞ്ചൊക്കെ ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാന്നുള്ളൂ കേട്ടോ. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവിൻ്റെത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അതിന് ഞാനൊരു ക്യാൻവാസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ക്യാൻവാസിൽ നെക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. 6 ഇഞ്ചാണ് എൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. 6 ഇഞ്ച് തന്നെയാണ് വൈഡും വരുന്നത്. അപ്പോൾ ലെങ്ത്ത് 6 മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ വിത്തിൻ്റെ പകുതിയായിട്ട് 3 ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഏത് ഷേപ്പിലാണ് നമുക്ക് നെക്ക് വരക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ വരക്കുക. ഞാനിവിടെ റൗണ്ടായിട്ടാണ് വരക്കുന്നത്. അതിനുശേഷം ഒരു 1.25 ഇഞ്ചിൽ വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി വരച്ചു കൊടുക്കുക. അതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ നെക്കിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ട് 1.25 ഇഞ്ചിൽ വെച്ച് കൊടുക്കുന്ന അതിമ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് നമ്മളിതൊരു ക്ലോത്തിൽ ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റേതായ ക്ലോത്ത് തന്നെയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാൻ എൻ്റെ ക്ലോത്തിൽ തന്നെയാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അയൺ ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. നമുക്കിതൊക്കെ കട്ട് ചെയ്തിട്ട് ലെവലാക്കിയിട്ട് ഇവിടെ വെക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങളെ കാണിക്കുക ഇൻഷാ അല്ലാഹ്. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ.